ഇതെന്ത് കൂത്ത്? ഇതെന്ത് കൂത്ത്? റാഞ്ചിയിലുള്ള സ്വർണം മൊത്തം നമ്മുടെ കേരളത്തിലെ കുട്ടികളെ റാഞ്ചി കൊണ്ട് വന്നിരിക്കണു അത്രേ. അല്ലേലും അന്യദേശത്തെ സ്വർണമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മള് മലയാളികള് പണ്ടേ സമർത്ഥരാണല്ലോ. നിങ്ങൾ ഉദ്ദേശിച്ച ആ സ്വർണ്ണല്ല, സ്വർണം പോലുള്ള രാജകുമാരൻ കേരളത്തിലെ പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറിയിരുന്ന ആ പോയ പോക്ക് അത് കണ്ടില്ലേ? ഇത് അതുമല്ല, റാഞ്ചിയിൽ വെച്ച് നടന്ന സ്കൂൾ കായികമേളയിൽ നിന്ന് സകലമാന സ്വർണവും റാഞ്ചി കൊണ്ടുവന്ന നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ അഭിമാനകരമായ നേട്ടങ്ങളുടെ കാര്യമാണ് ചാക്യാരുദ്ദേശിച്ചത്. ഇനി വല്ല സ്വർണവും കിട്ടാത്തത് എന്താ വെച്ചാല് 9 കൊല്ലം കഴിയുമ്പോൾ കിട്ടും. അതിപ്പോ ഒളിമ്പിക്സിലായാലും അല്ലേലും ഇപ്പൊ കിട്ടിയത് നന്നായിട്ടോ. 9 കൊല്ലം മുമ്പ് കിട്ടിയിരുന്നെങ്കില് സ്വർണത്തിന് ഇന്നുള്ള വില അത്ര ഉണ്ടാവില്ലായിരുന്നു. അതും റഷ്യക്കാരെ ഉത്തേജക മരുന്നിന്റെ കാര്യത്തിൽ റാഞ്ചി കൊണ്ടുപോയ സ്വർണ്ണമാണല്ലോ ഇപ്പൊ കിട്ടിയിരിക്കണത്. സന്തോഷായിരിക്കണം കേട്ടോ. ഇനിയോ കേരളത്തിലാണെങ്കില് ഭരണ പാർട്ടിയുടെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനം റാഞ്ചാൻ സാമുദായിക നേതാക്കന്മാരുടെ പിന്തുണ ഒരു വശത്ത്, ആലപ്പുഴ കുഞ്ഞമ്മയെ വീട്ടമ്മയാക്കണമോ തറവാട്ടമ്മയാക്കണമോ എന്ന് പറഞ്ഞ റാഞ്ചി കൊണ്ടുപോകാൻ ശ്രമിച്ച കഥകൾ മറ്റൊരു വശത്ത്, കഴിഞ്ഞില്ല പാപ്പിനിശ്ശേരിയിലെ സ്വത്ത് റാഞ്ചാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് രാഷ്ട്രീയ കുടുംബ തർക്കങ്ങൾ വേറൊരു വശത്ത്. രാഷ്ട്രീയവും കുടുംബവും സമുദായവും എല്ലാം ചേർന്ന് കേരളത്തിലെ സമൂഹ മനസാക്ഷിയെ റാഞ്ചി കൊണ്ടുപോകുന്നത് കാണേണ്ടി വരുന്ന ഒരു ശരാശരി മലയാളിയുടെ ഗതികേട് കണ്ടുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചാക്യാർ ഇങ്ങനെ പറയണത്. എങ്ങനെ? ഇതെന്ത് കൂത്ത്? ഇതെന്ത് കൂത്ത്?